ഹായ് ഡിയേഴ്സ്, ഒത്തിരി നാളായി മീൻകറിയുടെയും ചോറിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട്. ഞാൻ കുറേ ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബാങ്കുകളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫിനാൻസ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്, അല്ല അത്യാവശ്യമാണ്. നമ്മുടെ നിലനിൽപ്പ് തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ സെറ്റപ്പിൽ മാത്രമാണ്. പണ്ടങ്ങനെയൊന്നും അല്ലല്ലേ. പണ്ട് കഞ്ഞിയില്ലെങ്കിൽ അയലത്തുകാരും കൊണ്ട് തരും, വസ്ത്രമില്ലേ അവർ മേടിക്കുമ്പം തരും. ഇപ്പം അങ്ങനെ വല്ലതും ഉണ്ടോ? അയലത്തുകാരെ കാണാൻ പറ്റത്തില്ല. മതിലുകൾ ഉയർന്നു, മതിലുകൾക്ക് പൊക്കം കൂടി. അത് തന്നെ, അത് പോട്ടെ, അതിനെപ്പറ്റി ഇന്ന് നമ്മൾ സംസാരിക്കണ്ട. നമ്മളും അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതെന്നതാണെന്നറിയാമോ? ഈ മീനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൻ്റെ പേരെന്താണ് കുട്ടികളെ? ഏതോ ഒരു മീനാണ്, കൊളയയില എന്നൊക്കെ പറയും ഞങ്ങൾ. അപ്പോൾ അതിന് വെളിച്ചെണ്ണയുണ്ടല്ലോ, വെളിച്ചെണ്ണ, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തതിന് ശേഷം ഇച്ചിരി പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചതാണ്. നല്ല കറുത്ത പുളിയുണ്ട്, പഴംപുളി. അപ്പോൾ അതിനെ അങ്ങനെ വെച്ച് അത് പറ്റിക്കുന്നതാണ് നമ്മൾ. പറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 2 വെളുത്തുള്ളിയും കൂടി ഇപ്പോൾ ഇടും. അപ്പോൾ ഗായ്സ്, നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. വേണ്ട, കറി ഇങ്ങനെ വറ്റി വന്നേക്കുകയാണ് ഗൈസ്. കാണാൻ പറ്റത്തില്ലേ, ഇരുട്ടായിരിക്കും. വെളിച്ചെണ്ണയ്ക്കകത്ത് പൊരിഞ്ഞിട്ട് അങ്ങനെ കറിയായിട്ടുണ്ട്. ആവി കയറി എൻ്റെ ഫോൺ നശിക്കും. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 2 ഫോൺ മേടിച്ചു. അവിടെ ഇരിക്കട്ടെ ഗൈസ്. അടുത്ത സെറ്റ് കറിക്ക് വേണ്ടി വെച്ചതാണ് ഗൈസ്. ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സാധാ പോലെ മുളക്, തേങ്ങ, പുളി, ഉപ്പ്, മല്ലി, മഞ്ഞൾ ഇതൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ചതാണ്. അരച്ചത്. ഇപ്പം തിളക്കട്ടെ. അപ്പോൾ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഉപ്പ് നീര് അത്രയും വേണം. നിങ്ങൾ പിന്നീടുള്ളതെന്ന് വെച്ചാൽ കറിവേപ്പിലയും വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് മസ്റ്റാണ്. ഇവിടെയുള്ള എല്ലാ കറിയിലും ഭയങ്കര വെളിച്ചെണ്ണ ഒഴിപ്പാണ്. അപ്പോൾ മസ്റ്റാണ് ഗൈസ്. അപ്പോൾ അതാണ്ട ചുമന്നിരിക്കുന്ന കണ്ടോ, തിളക്കട്ടെ. ഇനി നമുക്ക് ഈ മീനിടാം. ഈ ഫിഷിന് നല്ല കട്ടിയാണ്. കൊളയില എന്നാണ് ഇതിൻ്റെ പേര്. കൊളയയില, കൊഴിയയില എന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരുപാടിട്ട് കറി തിളപ്പിക്കുന്നതിന് മുമ്പേ ഈ കറി ഇടണം, ഒരു വിധം തിളയ്ക്കുമ്പോൾ. അപ്പോഴീ ദശക്കട്ടി കൂടുതലാണ്. അപ്പോൾ ഗൈസ്, പുറത്ത് നല്ല മഴ. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, എല്ലാം വേവിച്ച് വെച്ചിട്ട് ഒരു 8:30 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. എനിക്ക് ഇച്ചിരി ചോറ് കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ ഗൈസ്.